ഗുഡ് മോർണിംഗ്. സോ രാവിലെ തന്നെ വീക്കെൻഡ് രാവിലെ ഇരുന്ന് ഒരു ബുക്ക് വായിച്ച് തുടങ്ങാമെന്ന് വിചാരിച്ചു. ഞാൻ പറഞ്ഞില്ലേ 2024 തുടങ്ങിയ ഒരു സംഭവമാണ് നിർത്തിവെച്ച് ബുക്ക് വായന വീണ്ടും. അങ്ങനെ ഭയങ്കരമായി വായിക്കാനൊന്നും സമയം കിട്ടാറില്ല, പക്ഷെ എന്നാലും എന്തെങ്കിലുമൊക്കെ വായിക്കും എന്നുള്ളത് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ വായിക്കുന്നത് ഹിറ്റ് റിഫ്രഷ് എന്ന് പറയുന്ന മൈക്രോസോഫ്റ്റ് സിഇഒൻ്റെ ഒരു ബുക്കാണ് കേട്ടോ. അപ്പോൾ അതാണ് ഇന്നത്തെ പരിപാടി. രംഷേട്ടൻ ഇവിടെ ഇല്ല. രംഷേട്ടൻ 2-3 ദിവസമായിട്ട് ഒരു ഒഫീഷ്യൽ ട്രിപ്പിലും കാര്യങ്ങളിലായിരുന്നു. ഇനിയിപ്പോൾ വന്നാലും ട്രിപ്പും കാര്യങ്ങളൊക്കെ തന്നെയാണ് കുറച്ച് ദിവസങ്ങളായിട്ട്. അപ്പോൾ രംഷേട്ടൻ ഇല്ലാത്ത ദിവസങ്ങളിലാണ് ഞാൻ കൂടുതൽ ബുക്ക് വായിച്ചു തീർക്കുക. കാരണം രാത്രി കുറേ നേരം ഞാൻ ഉറക്കം വരാതിരിക്കും. അപ്പോൾ എനിക്ക് എന്താ വെച്ചാൽ കുറേ ബുക്സ് ഞാൻ അങ്ങനെ വായിച്ചു തീർക്കും. കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ ചെന്നൈ ട്രിപ്പും അങ്ങനെ കുറേ ഒഫീഷ്യൽ ട്രിപ്പുകൾ ഉണ്ടാകുമ്പോൾ അപ്പോഴൊക്കെ ഞാൻ കുറേ ബുക്കുകൾ വായിച്ചു തീർക്കും. വന്നു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ രാത്രി ഇന്ന് സംസാരിക്കൽ അതൊക്കെ ആയിട്ട് പിന്നെ സമയം കിട്ടില്ല. അപ്പോൾ അതാണ് ഇന്നത്തെ ഒരു ഇത്. ഞാനൊരു ബുക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ മലയാളത്തിൽ ഭയങ്കരമായിട്ട് വൈറലായിട്ട് ഒരുപാട് എഡിഷൻസ് ഒക്കെ പോയി കഴിഞ്ഞിട്ടുള്ള രാം ആൻഡ് ആനന്ദി എന്ന് പറഞ്ഞിട്ട് ആ ഒരു യാത്രയുടെ ഇത്. അപ്പോൾ ഞാൻ കുറേ ആയത് ഇങ്ങനെ ഇൻസ്റ്റാഗ്രാം കാണുമ്പോൾ വായിക്കണം എന്ന് പറഞ്ഞിട്ട് വിചാരിച്ചിങ്ങനെ ഇരിക്കണം. പക്ഷെ അത് ഓർഡർ ചെയ്തിട്ട് കുറച്ച് ദിവസമായി. അത് ആമസോൺ വഴി ആയ കാരണം കിട്ടാൻ കുറച്ച് 6-ാം തീയതി കിട്ടുള്ളൂ തോന്നുന്നു. ഞാനാണെങ്കിൽ ഈ ഒരാഴ്ചയിൽ അത് എനിക്ക് വായിച്ച് തീർക്കണം എന്നിങ്ങനെ വിചാരിച്ചിരിക്കുന്നു. പിന്നെ ഞാൻ വായിച്ച ബുക്സിൽ അധികം മലയാളം ഒരിക്കൽ അങ്ങനത്തെയൊക്കെ 1-2 ബുക്കേ വായിച്ചിട്ടുള്ളൂ. പക്ഷെ എനിക്ക് നമ്മുടെ സബ്സ്ക്രൈബറും എൻ്റെ ഫ്രണ്ടൊക്കെ ആയിട്ടുള്ള ഷബിന പറഞ്ഞു തന്ന ബുക്കായിരുന്നു ദ സീക്രട്ട് എന്ന് പറഞ്ഞ ബുക്ക്. വായിച്ചു നോക്കൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ വായിച്ച ബുക്കായിരുന്നു കേട്ടോ. ഒരു രക്ഷയില്ലാത്ത ബുക്കാണ്. അത് ആരെങ്കിലും വായിച്ചിട്ടില്ലെങ്കിൽ വായിച്ചു നോക്കണം. അതായത് ഭയങ്കര പോസിറ്റീവ് തോട്ട്സ് തരുന്ന, നമ്മുടെ ലൈഫേ മാറ്റിമറിക്കുന്ന ഒരു ബുക്കാണ്. അതായത് ഭയങ്കര പോസിറ്റീവ് ലോ ഓഫ് അട്രാക്ഷൻ ആണ്. അത് മെയിനായിട്ട് നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അതാണ് നമ്മുടെ ജീവിതത്തിലേക്ക് വരിക എന്നുള്ള അതൊരു സത്യമായിട്ടുള്ള അങ്ങനെ ഒരു ബുക്ക്. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ബുക്കായിരുന്നു. അത് വായിച്ചു. അപ്പം അങ്ങനെ ഞാൻ കാണുന്ന സിനിമ പോലെ തന്നെ 1-2 ബുക്കുകളും കൂടെ പറഞ്ഞുതരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് അങ്ങനെ ഒരു എന്താ പറയുക, ഒരു ദിവസമാണ്, ഒരു മടി പിടിച്ച ദിവസം എന്ന് പറയാൻ പറ്റില്ല. ഇന്ന് ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നുന്ന. ഇവിടെ ആണെങ്കിൽ ഈ മഴക്കാറ് കാരണം ഭയങ്കര ചൂട്, ഇരുന്ന് വേർക്കാണ്. ഇപ്പം മഴ പെയ്യും തോന്നുന്ന ഒരു ക്ലൗഡി സംഭവം. പക്ഷെ എന്നാൽ മഴയൊന്നുമില്ല. ഭയങ്കര ചൂടായിട്ടുള്ളൊരു വൃത്തികെട്ട മാർച്ചിലേക്ക് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഹോളി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പറയും വേണ്ടിയില്ല. അപ്പം അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. രംഷേട്ടൻ പറയണ പോലെ ഞാനില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പണിയൊക്കെ വേഗം കഴിക്കും. നിങ്ങളൊക്കെ ഇങ്ങനെ ഇപ്പം എനിക്ക് തീരെ വയ്യാത്തൊരു ദിവസമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ രാവിലെ എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് എന്ത് ചെയ്യണം, ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കാം ഒന്നും ഇല്ലല്ലോ. പ്രത്യേകിച്ച് എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടാൻ മിത്തുവാണെങ്കിൽ എണീറ്റ് ഇതാ ഫുഡൊക്കെ കഴിക്കാൻ പോകണേ ഉള്ളൂ. ഞാൻ ഫുഡ് ഉണ്ടാക്കിയാലല്ലേ എത്തുകുട്ടി ഭക്ഷണം കഴിക്കുള്ളൂ. അപ്പോൾ അതിനൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അതാണ് ഇന്നത്തെ ഒരു ദിവസം. ആക്ച്വലി നമ്മളിങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ നമുക്കിങ്ങനെ ബോറടിക്കുമ്പോൾ അല്ലേ ബുക്കാണ് ഏറ്റവും നല്ലത് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. ഓഫ് കോഴ്സ് മൊബൈലും റീൽസൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ എന്താ വെച്ചാൽ ഈ മൊബൈൽ എത്ര മിത്തും പറയും ഞാൻ പറയും. ഞങ്ങൾക്ക് 2 പേർക്ക് മാത്രമല്ല. പക്ഷെ രംഷേട്ടൻ ഇല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ കുറേ നേരം മൊബൈൽ നോക്കി സമയം കളയാമെന്ന് വിചാരിച്ചാൽ ഭയങ്കരമായിട്ട് ബോറടിക്കും. കുറേ സിനിമ കാണാമൊക്കെ വിചാരിച്ചാലും എനിക്ക് സിനിമ കാണാമെന്നൊന്നുമില്ല. വേറെ ഞങ്ങൾ 3 പേരും കൂടി ഇരുന്നിട്ടാണ് എപ്പോഴും സിനിമ കാണാം. അപ്പോൾ അതുകൊണ്ട് ഒറ്റയ്ക്കിരുന്ന സിനിമ കാണുമ്പോൾ എനിക്ക് എന്തോ പിന്നെ അല്ലെങ്കിൽ നമ്മൾ മാത്രം 13+ മാത്രം കാണാൻ പറ്റിയ സിനിമകൾ സീരീസൊക്കെ ആണെങ്കിൽ ഞാൻ എപ്പോഴെങ്കിലൊക്കെ ഇരുന്ന് കാണും. പക്ഷെ അപ്പോഴും ഇങ്ങനെ ഒരു ബോറടി പോലെ, ആരും ഇല്ലാതെ ഇങ്ങനെ ഇരുന്ന് കാണുമ്പോൾ എന്തോ പോലെ ഇങ്ങനെ തോന്നും. പിന്നെ ഒറ്റയ്ക്ക് കുറേ നേരം ഇനിയിപ്പോൾ റീൽസ് ആയാലും ശരി കുറേ നേരം ഇരിക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ബോറടിക്കും. മൊബൈലാണെങ്കിലും നമുക്ക് കുറേ കഴിയുമ്പോൾ മടുത്ത് നമ്മൾ എടുത്ത് വയ്ക്കും. പക്ഷെ ബുക്കിന് എന്താണെന്ന് വെച്ചാൽ അതിനൊരു രസമുണ്ട്. അതിങ്ങനെ വായിച്ചു തീർക്കാൻ പിന്നെ നമ്മൾ വേറൊരു വേൾഡിലേക്ക് എത്തല്ലേ. അപ്പം നമുക്ക് അതിങ്ങനെ സമയം പോണത് അറിയില്ല. എനിക്കങ്ങനെ ഫീൽ ചെയ്തിട്ടുള്ളത്. എനിക്കറിയില്ല എല്ലാവർക്കും അങ്ങനെയാണോ ഫീൽ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഈ ബുക്ക് രണ്ടാമതും വായിക്കാൻ തുടങ്ങാനുള്ളൊരു ഇത്. കാരണം കുറേ ദിവസങ്ങളിങ്ങനെ സമയങ്ങൾ ഒറ്റയ്ക്കായിട്ട് ഇങ്ങനെ വരും. അപ്പോൾ അതുകൊണ്ട് ബുക്കിലേക്ക് രണ്ടാമത് തുടങ്ങാം എന്ന് വിചാരിച്ചത് കേട്ടോ. അപ്പം ഇന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് ഇവിടെ വേറെ ഒന്നുമില്ല. ദോശമാവൊന്നും അരച്ചിട്ടില്ല. അപ്പോൾ ഇന്ന് വേണം അരയ്ക്കാൻ. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു പുട്ടുണ്ടാക്കാം. റാഗിയുടെ പുട്ട് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കേരള സ്റ്റോറിൽ നിന്ന്, ഇവിടെ ഖാർഗറിലുള്ള കേരള സ്റ്റോറിൽ കിട്ടും. അപ്പോൾ റാഗിയായിട്ട് പുട്ടുണ്ടാക്കാം. പണ്ട് എനിക്കിതൊന്നും ഇഷ്ടമായിരുന്നില്ല കേട്ടോ. പണ്ട് ഞാൻ എപ്പോഴും അരിയുടെ പുട്ട് ഇപ്പോൾ എനിക്ക് കുറച്ച് ഹെൽത്തി സാധനങ്ങളൊക്കെ ഫോളോ ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ഈ റാഗിയുടെ പുട്ട്, റാഗിയുടെ ദോശ, ഈവൻ മറ്റേ മില്ലറ്റ് ചാമാതിന അതിൻ്റെയൊക്കെ ദോശ നല്ല ടേസ്റ്റ് ഉണ്ട്. ഭയങ്കര ഹെൽത്തിയുമാണ്. വിശപ്പും കുറയും. റാഗി എന്ന് പറയുന്നത് നമ്മുടെ സ്ത്രീകളുടെ ഒരു ഫ്രണ്ടായിട്ട് പോലെയാണ്. അത്രയും കാൽഷ്യം സംഭവങ്ങളും ഒക്കെ അടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് റാഗിയുടെ കുറുക്ക് ഡെയിലി സ്ത്രീകൾ കഴിക്കണം. നമ്മൾ കുട്ടികൾക്ക് കൊടുക്കൂല. അതായത് അയൺ ഡെഫിഷ്യൻസി
അതും ഇതും കാൽഷ്യം എന്തൊക്കെ കുറവുണ്ടെങ്കിലും അതൊക്കെ അതിൻ്റെ ഒന്നും കുറവില്ലാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു 30+ കഴിഞ്ഞ സ്ത്രീകൾ ഡെയിലി റാഗി ഇൻക്ലൂഡ് ചെയ്യണം എന്നാണ് പറയുന്നത് കേട്ടോ. കാരണം അവർ നമ്മൾ ഡെലിവറി ഇതൊക്കെ കഴിയുമ്പോൾ നമ്മുടെ ബോണിനുള്ള ബുദ്ധിമുട്ടുകളും വേദന, അവിടെ വേദന ഇവിടെ വേദനയൊക്കെ വരുമ്പോൾ ഭയങ്കര നല്ലതാണ് റാഗി കുറുക്ക് എന്നുള്ളതാണ്. പിന്നെ വെയിറ്റ് ലോസിന് ഏറ്റവും അടിപൊളിയാണ് ഒരു നേരെങ്കിലും റാഗി കുറുക്ക് കഴിക്കുന്നത്. അപ്പം എനിക്ക് ഈ റാഗി കുറുക്ക് ഉണ്ടാക്കാൻ ഇനിയിപ്പോൾ അമ്മ ഒക്കെ വരുമ്പോൾ വേണം ചോദിച്ചു നോക്കാം. റാഗിയുടെ പൊടി അമ്മ പ്രാവശ്യം ഇവിടെ കൊണ്ടുവന്ന് എന്താ അന്നൊക്കെ എനിക്ക് മടിയായിരുന്നു അതായിട്ട് ദോശ ഉണ്ടാക്കാൻ. ഇപ്പം ഞാൻ അതായിട്ട് ദോശയും ഇഡ്ഡലിയും സംഭവങ്ങളൊക്കെ ഉണ്ടാക്കും, നല്ല ടേസ്റ്റാണ്. അപ്പോൾ കുറുക്ക് കഴിക്കാൻ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ, കാരണം അതിൽ ശർക്കരയൊക്കെ എന്തായാലും ഇടണ്ടേ, ഉപ്പിട്ട് കഴിക്കാൻ എനിക്ക് ഇഷ്ടമല്ല. ശർക്കര ഇടുമ്പോഴാണ് ആ സിർലാക്ക് പോലത്തെ ടേസ്റ്റ്, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ അതെന്തായാലും വേണ്ട, മധുരല്ലേ വിചാരിച്ചിട്ട് അപ്പം എന്നാൽ റാഗിയുടെ പുട്ട് കഴിക്കാം, അത് ഹെൽത്തിയാണ്. ദോശ കഴിക്കാം, അതൊക്കെ ഹെൽത്തിയാണ്. അപ്പോൾ ഡെയിലി നിങ്ങൾ പറ്റണ പോലെ റാഗി ഒന്ന് ഡെയിലി ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കും നിങ്ങളുടെ ഡയറ്റിൽ. പ്രത്യേകിച്ചും ഒരു 30+, 35+ ആയിട്ടുള്ള സ്ത്രീകളാണെങ്കിൽ എന്തായാലും ഇൻക്ലൂഡ് ചെയ്യണം. കാരണം നമ്മുടെ ഒരുപാട് ഡെഫിഷ്യൻസി നമുക്ക് വരും. ഈ മരുന്ന് കഴിക്കുന്നേക്കാൾ നല്ലത് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഡെയിലി ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് ഞാൻ റാഗി പുട്ട് ഉണ്ടാക്കാം. അപ്പം ഞാനിവിടെ ഡബിൾ ഹോഴ്സിൻ്റെ റാഗി പുട്ടാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. അതല്ലാതെ നമുക്ക് റാഗി പൊടിച്ച് പുട്ടുപൊടി പോലെ ഉണ്ടാക്കാം. അപ്പം ഞാനിനി അങ്ങനെ ചെയ്യാൻ നോക്കുന്നുണ്ട്. കുറച്ച് നേരം വെള്ളം നനച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഇങ്ങനെ വെക്കണം. എന്നിട്ട് ഇതാ നല്ല ടേസ്റ്റ് കേട്ടോ, വെറും പഴം മാത്രം മതി കഴിക്കാൻ. മിത്തോസ് പഠിത്താണത്, ഈ കാണുന്നതാണോ പഠിത്തം? ടൈം കിട്ടിയ കിഞ്ചല് വായിക്കാം. 2 minutes ബ്രേക്ക് അത്ര. കുറെ പേര് അമ്മോട് ചോദിക്കണേ എങ്ങനെയാണ് അമ്മ മിത്തുവിനെ പഠിപ്പിക്കുന്നത്. മിത്തു എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട അല്ലേ മിത്തു? അങ്ങനെയാണോ മിത്തു പറയണേ? അമ്മ പഠിപ്പിക്കാറില്ലേ? ഞാൻ അങ്ങനെ മിത്തുവിനെ കുത്തിയിരുന്ന് പഠിപ്പിക്കാറില്ല. ബിക്കോസ് മിത്തു തന്നെ ഇരുന്ന് പഠിക്കുന്ന കുട്ടിയാണ്. ഇത് പക്ഷെ ഇടയ്ക്കൊരു പ്രശ്നമുണ്ട്. മിത്തു പഠിക്കൂ, കിൻഡല് മാറ്റി വെക്കൂ, മിത്തു പഠിക്കൂ, കിൻഡല് മാറ്റി വെക്കൂ എന്ന് ഇടയ്ക്കൊന്ന് പറയണം. ബട്ട് ഈ സാധനം മൊബൈലല്ലല്ലോ, ബുക്ക് വായിക്കല്ലേ, അതുകൊണ്ട് എനിക്ക് മനസാക്ഷി അങ്ങോട്ട് സമ്മതിക്കണില്ല അങ്ങനെ പറയാൻ. അപ്പൊ ബ്രേക്ക് എടുക്കുമ്പോ എന്താണ് ഇപ്പൊ പഠിക്കുന്നത്, വായിക്കുന്നത്? Law of Attraction book. ലോ ഓഫ് അട്രാക്ഷന്റെ കോഴ്സിന് പഠിക്കുന്നത്. അപ്പൊ മിത്തുവിനെ ഞാൻ മെയിൻ ആയിട്ട് പഠിപ്പിക്കുന്ന 2 സബ്ജക്ട് എന്ന് പറയുന്നത് മാത്സും ഫിസിക്സും ആണ്. കാരണം ബാക്കി വായിക്കാനുള്ള എല്ലാം മിത്തു വായിച്ച് പഠിക്കുന്ന കുട്ടി. മിത്തുവിന് വായിക്കാനാണ് കൂടുതൽ ഇഷ്ടം അല്ലേ? മാത്സ് ആൻഡ് ഞാൻ മാത്സും ഫിസിക്സും ടീച്ചർ ആയിരുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു കൊടുത്താൽ മിത്തുവിന് നന്നായി മാത്സ് മനസ്സിലാവും എന്നുള്ളത് കൊണ്ട് മാത്സും ഫിസിക്സും മാത്രം ഞാൻ പഠിപ്പിക്കും. എൻ്റെ ഫേവറേറ്റ് സബ്ജക്റ്റാണ് ഇംഗ്ലീഷ്, ലിറ്ററേച്ചർ, ജോഗ്രഫി, ഹിസ്റ്ററി. വായിക്കാനുള്ള എല്ലാം മിത്തുവിന് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞാനും ഈ പറഞ്ഞ പോലെ ഇടയ്ക്ക് വിചാരിക്കും നാളത്തെ വല്ല മാധവി കുട്ടിയോ എന്തെങ്കിലുമൊക്കെ ആയിക്കഴിഞ്ഞാൽ പറയരുതല്ലോ, അമ്മ എന്നെ ഒരിക്കലും വായിക്കാൻ സമ്മതിക്കാത്തൊരമ്മയായിരുന്നു, ഞാൻ പണ്ട് ഒളിച്ചും പാത്തോണ വായിച്ചിരുന്നു എന്നൊന്നും പറയണ്ടല്ലോ. വായിക്കട്ടെ, ഏതാണോ ഇഷ്ടം വെച്ചാൽ അത് ചെയ്യട്ടെ എന്ന് വിചാരിച്ചു. കുറേ വായിച്ച് പഠിക്കാനുള്ളതാണെങ്കിൽ ഇഷ്ടം പോലെ ഇരുന്ന് വായിച്ച് പഠിക്കും. മാത്സ് ആൻഡ് സയൻസ് മാർക്ക് കിട്ടും, മാർക്ക് കിട്ടാൻ വേണ്ടി പഠിക്കണ്ടേ എന്ന് വിചാരിച്ചിട്ട് പഠിക്കുന്നതാണ്. പക്ഷെ അതിനോടൊരു ഇൻട്രസ്റ്റ് ഇപ്പം കാണുന്നില്ല. പക്ഷെ അറിയില്ല എന്താണെന്നൊന്നും അറിയാൻ പറ്റില്ല അല്ലേ. എല്ലാം തകിടം മറിയും വലുതാവും തോറും. അതങ്ങനെയാണ് കുട്ടികളുടെയൊക്കെ കണ്ടിട്ടുള്ളത്. ഒക്കെ തകിടം മറിഞ്ഞിട്ടായിരിക്കും അവർ ചെയ്യുക. അവർ ആഗ്രഹങ്ങളൊക്കെ മാറി മറിയും. അങ്ങനെ പഠിക്കാനെല്ലാതും ഒരുപോലെ ഇഷ്ടമാണെന്നുണ്ടെങ്കിലും ചില കുട്ടികൾക്ക് ചില കാര്യങ്ങൾക്ക് കുറച്ച് കൂടുതൽ ഇഷ്ടമുണ്ടാവും. അത് ഓരോ കൊല്ലം മാറി മറിഞ്ഞ് എവിടെ വരും നമുക്ക് അറിയില്ല അല്ലേ. രംഷേട്ടൻ എന്താ ജസ്റ്റ് ലാൻഡ് ചെയ്തു. കുറച്ച് 2-3 ദിവസമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് ഒന്ന് എന്ത് ഇവിടെ പരീക്ഷ ആയിട്ട് ഇങ്ങനെയൊക്കെ പോണു. കുറച്ച് കാലം ബിസിയാണ്. ട്രാവലിംഗ് കഴിഞ്ഞ് എത്തി. വിഷമൊന്നും മുഖത്ത് കാണാനില്ല. എൻജോയ് ചെയ്യോ. ഞാനിവിടെ ഇല്ലാത്ത സമയങ്ങളിലെ ഇവരുടെ എൻജോയ്മെന്റ് ഞാൻ അറിയുന്നത് എന്താ വെച്ചാ, പിന്നെ 2-3 ദിവസം ഞാൻ വന്നതിന് ശേഷം, ട്രാവലിംഗ് കഴിഞ്ഞ് വന്നതിന് ശേഷമുള്ള വ്ളോഗുകളിലാണ് അതിങ്ങനെ കാണും. രണ്ടുപേരും എന്താ ഇവരൊക്കെ കാണാനില്ലല്ലേ. ഞങ്ങള് രാവിലെ എക്സാം, അതുകൊണ്ട് എക്സാം ആയതുകൊണ്ട് അനങ്ങാൻ പറ്റില്ല. അപ്പൊ രംഷേട്ടൻ നല്ല ഇങ്ങനെ ഫുഡൊക്കെ അടിച്ച് മിന്നിച്ച് ഇങ്ങനെ വരികയായിരുന്നു. അപ്പൊ നാടൻ ഫുഡ് വേണം, എന്തെങ്കിലും ഒരു നല്ല നാടൻ ഫുഡ് ഉണ്ടാക്കൂ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുമ്പോ ദൈവ വിളി പോലെ രംഷേട്ടന്റെ ഒരു ഭാഗ്യം എന്ന് പറയാൻ പറ്റില്ല. ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കാൻ നിൽക്കായിരുന്നു ഫുഡൊക്കെ. അപ്പോഴാണ് നമ്മുടെ മാതാ സ്റ്റോറിലെ ചേട്ടൻ, നമ്മുടെ മനോജ് ചേട്ടൻ, എനിക്കത് ഞാൻ ഒരു ഗ്യാപ്പ് വന്നപ്പോ അത് കുറച്ച് ദിവസം ഞാൻ ആക്ച്വലി ഫുഡ് കഴിച്ചിട്ട് മുമ്പ് എന്താ വെച്ചാൽ ഹോട്ടലും അങ്ങനത്തെ ബഫയൊക്കെ ആകുമ്പോ അത് നമുക്ക് ഇങ്ങോട്ട് വന്നിട്ട് ഇല പൊതിച്ചോറൊക്കെ കണ്ടപ്പോ അത് രംഷേട്ടൻ ഉണ്ടാവും വിചാരിച്ചില്ല. 2 പൊതിച്ചോറാണ് പറഞ്ഞത്. രംഷേട്ടൻ ഇവിടെ ഉണ്ടാവില്ല എന്ന് തന്നെ ഞാൻ പറഞ്ഞു. 2 പൊതിച്ചോറ് മതി, രംഷേട്ടൻ ഉണ്ടാവില്ല. പക്ഷെ നേരത്തെ എത്തി അല്ലെ. സാധാരണ ഭക്ഷണം കഴിച്ചിട്ട് എത്തേണ്ട സമയമാണ്, നേരത്തെ എത്തി.
അതുകൊണ്ട് രക്ഷപ്പെട്ടു. ഭാഗ്യമുണ്ട്. ഭാഗ്യമുണ്ട്. അതാണ് എന്താ പറയാ ഒരു ഇത് പറയില്ലേ നമ്മളെ നാക്കിന് ഭാഗ്യമുണ്ടെന്നോ എന്തോ പറയൂല അങ്ങനെ. തൊണ്ടഭാഗ്യം. അതെ, തൊണ്ടയ്ക്ക് വയറിനല്ല തൊണ്ടഭാഗ്യം. അതെന്തായാലും അടിപൊളി. അപ്പൊ നമുക്ക് വന്നുടനെ തന്നെ കഴിക്കാൻ എന്നിട്ടാവാൻ ബാക്കി. ഞങ്ങൾ തമ്പുരാട്ടി എന്താണ് പപ്പ വന്നതിന്റെ സന്തോഷം എല്ലാം കൂടെ എക്സാമും അല്ലേ. അപ്പോൾ നമ്മൾ തുറക്കാൻ പോവാണ്. സത്യം പറഞ്ഞാൽ ഇത് തുറക്കുമ്പോൾ അല്ലേ പൊതിച്ചോറ് എപ്പോഴും ട്രെയിനിലെ ആ ഒരു ഫീലാണ് ഉണ്ടാവുക. ഇത് അന്ന് നമ്മൾ വീട്ടിലുണ്ടാക്കി വെച്ചാൽ അന്ന് അപ്പം തന്നെ ഇത് തുറന്ന് കഴിച്ചുകൊണ്ട് ഈ ഒരു ഫീല് കിട്ടിയില്ല. ഇത് ശരിക്കും ഒരുപാട് നേരം ഇരുന്നിട്ട് കണ്ടോ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഇല ഇങ്ങനെ വാടി അതിൽ ആ ഒരു മണം തുറന്നപ്പോൾ തന്നെ അമ്മോ അടിപൊളി മണമായിരുന്നു. നിങ്ങൾക്കും ആ മണം വരുന്നുണ്ടാവും. വെജും നോൺ വെജും 2 പൊതിച്ചോറായിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ. നല്ല ക്വാണ്ടിറ്റി ഉണ്ട് ചോറും കാര്യങ്ങളൊക്കെ. അപ്പോൾ ശരിക്കും 2 ഉണ്ടെങ്കിൽ 3-4 പേർക്ക് വരെ, ഞങ്ങൾക്കൊക്കെ 3 പേർക്ക് കഴിക്കാം. ഒരുപാട് ഇങ്ങനെ കഴിക്കാത്ത ചോറ് കഴിക്കാത്ത ആൾക്കാരാണെങ്കിൽ. ഇത് നോൺ വെജ്. മെയിനായിട്ട് നല്ല നാടൻ ഡിഷുകൾ, അതായത് ഇടിച്ചക്കുപ്പേരി, കൂർക്ക മെഴുക്ക് വരട്ടി, നോർമൽ ക്യാബേജ് അല്ലായിരുന്നു. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. സാമ്പാറും ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ സാമ്പാറിൻ്റെ ഒന്നും ആവശ്യമില്ല അല്ലേ, കാരണം ചമ്മന്തി തന്നെ ഇനഫാ. ചോറ് വന്നതേ ഇറങ്ങിയുള്ളൂ. എങ്ങനെയുണ്ട്? കിടു അല്ലേ. അന്ന് നമ്മൾ ഉണ്ടാക്കിയ പൊതിച്ചോറൊന്നും ഒന്നല്ലാതാണ് പറഞ്ഞത് ചേട്ടൻ. എന്തൊക്കെ സാധനങ്ങളാ അറിയാം. ഇടിച്ചക്കത്തോരൻ എൻ്റെ ഫേവറേറ്റ് ആണ്. കുറുക്ക മെഴുക്ക് വരട്ടി, ഫിഷ്, ചിക്കൻ, ഓംലെറ്റ്, എന്തൊക്കെ വേണം. ഇതിന്റെ ഒരു ടേസ്റ്റ് ഇല്ലേ, ഒരു പ്രത്യേക സംഭവം. അത് കുറെ ഒരു ടൈമിന് ശേഷം ഗ്യാപ്പിന് ശേഷം കഴിക്കുമ്പോ, അതായത് കൊറേ ഇങ്ങനെ ഒതുങ്ങി ഇങ്ങനെ കുറെ നേരം വെക്കണം. അപ്പോഴാണ് ഈ ഇലയുടെ മണം അതിലേക്ക് കിട്ടുക. അപ്പൊ അങ്ങനെ സെറ്റ് ആവുന്നിരുന്നിട്ട് ഒരു പ്രത്യേക. അപ്പൊ നല്ല കിടിലൻ പൊതിച്ചോറ് കഴിക്കാൻ പോവാണ്. ആഹാ, എന്തൊക്കെയാ അറിയോ? ചമ്മന്തി, അച്ചാറ്, ഇതാ തോരൻ, ഇടിച്ചക്ക തോരൻ, കൂർക്ക മെഴുക്ക് വരട്ടി, ചിക്കൻ റോസ്റ്റ്, നല്ല അടിപൊളി നാടൻ ഓംലെറ്റ്, മുളക്, മത്തി വറുത്തത്, ബീട്രൂട്ട്, എന്ത് വേണം. ഇത് തന്നെ വെജ്. വെജിൽ സെയിം ഐറ്റംസ്, പക്ഷെ ചിക്കനും ഫിഷും ഓംലെറ്റും ഇല്ല എന്ന് മാത്രം കേട്ടോ. അപ്പം എല്ലാ സൺഡേയും പൊതിച്ചോറ് ഉണ്ടാവാറുണ്ട്. എൻ്റെ ആക്ച്വലി ഇതിൽ ഏറ്റവും ഫേവറേറ്റ് എന്താ പറയുക, എൻ്റെ നാണ, പിന്നെ സാമ്പാറും ഉണ്ടാവും പറയാൻ പറഞ്ഞു. എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് എന്ന് പറയുന്നത് ഇടിച്ചക്ക ഉപ്പേരിയും കൂർക്ക മെഴുക്ക് വരട്ടി. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്ക് അറിയണ്ടാവും, എൻ്റെ ഫേവറേറ്റ് ആണ് ഇടിച്ചക്ക ഉപ്പേരി, അതുപോലെ മുളക് വറുത്തത്, കൂർക്ക മെഴുക്ക് വരട്ടി, ഈ ചമ്മന്തി, ഈ അച്ചാറ്. എനിക്ക് അത് ഇവരുടെ ഹോം മെയ്ഡ് പിക്കിളാട്ടോ, അടിപൊളിയാണ്. ഈ പിക്കിളും വാങ്ങിക്കാൻ കിട്ടാറുണ്ട്, ഉണ്ടാക്കിയ ദിവസം മാത്രം ഉണ്ടാവാറുണ്ട്. അപ്പം ഇത് നമ്മൾ താമസിക്കുന്ന അവിടെ ഖാർഗറിൽ ഞാൻ എപ്പോഴും പോകാറുണ്ട്, നിങ്ങൾ കാണാറുണ്ടാവുന്ന. ഞാൻ എപ്പോഴും കേരള സ്റ്റോർ പറഞ്ഞിട്ട് ഇവിടെ മാതാ ഫുഡ്സ് എന്ന് പറഞ്ഞിട്ട് ഖാർഗറിൽ അവരുടെ ഫോൺ നമ്പർ ഞാൻ കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് വിളിച്ച് ചോദിച്ചോക്കെ എവിടേക്ക് ഡെലിവറി ഉള്ളതെന്ന് എനിക്കറിയില്ല. എല്ലാ ദിവസവും അവരുടെ സ്നാക്സ് ഐറ്റംസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഖാർഗറിൽ ആർക്കെങ്കിലും അറിയില്ലെങ്കിൽ പറഞ്ഞു തരണം. ഒരു ദിവസം പഴംപൊരി, സുഗിയൻ, അത് ഇത്. അപ്പോൾ അവരത് ഇടും ഏത് ദിവസം എന്താണെന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇത്ര സമയത്തിനുള്ളിൽ ഓർഡർ ചെയ്യണം എന്നുണ്ട്. അതേപോലെ തന്നെ പിന്നെ ഫ്രൈഡേ ആകുമ്പോൾ ചിക്കൻ ബിരിയാണി, പുലാവൊക്കെ ഉണ്ട്. അപ്പോൾ അതും രാത്രി ഓർഡർ ചെയ്യും. സാറ്റർഡേ പിന്നെ കുറേ ഉണ്ട്, വെള്ളപ്പം, ഇടിയപ്പം, മുട്ടക്കറി, കപ്പ, എല്ലാ ദിവസവും ഉണ്ടാവും. എല്ലാ ദിവസവും ഓരോന്നായിട്ട് ഉണ്ടാവും. അപ്പോൾ സാറ്റർഡേ ഇതാണ്. സൺഡേ എന്നും പൊതിച്ചോറാണ്. അപ്പോൾ ഞങ്ങൾ ഇടയ്ക്ക് അതൊക്കെ വാങ്ങാറുണ്ട്. പിന്നെ കരിമീൻ പൊള്ളിച്ചതൊക്കെ ഒരു പ്രാവശ്യം വാങ്ങിയിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ ഞങ്ങളടുത്ത് സ്ഥിര ആളാണ്. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. കാരണം ഞാൻ ഓരോ പ്രാവശ്യം ഓരോ സാധനങ്ങൾ ഇങ്ങനെ ഇതുപോലെ പറഞ്ഞു തരാറുണ്ട്. ഖാർഗറിൽ അത് വന്നിട്ടുണ്ട്, ഇത് വന്നിട്ടുണ്ട്, ഇതാണെന്നൊക്കെ. അപ്പം നിങ്ങൾക്ക് കുറേ പേർക്ക് ഉപകാരമാവുമല്ലോ. അപ്പോൾ വെജിറ്റേറിയനും ഉണ്ട്, വെജും ഉണ്ട് പൊതിച്ചോറ്, നോൺ വെജും ഉണ്ട് പൊതിച്ചോറ്. അടിപൊളിയാണ്. ചിക്കനൊന്നും രക്ഷയില്ല. കൂർക്കുപ്പേരി, ആഹാ, മുളക്. പിന്നെ ചേച്ചി അത് അടിപൊളിയായിട്ട് ഈ മാങ്ങ അച്ചാറ് ഉണ്ടാക്കാറുണ്ട്, ഹോം മെയ്ഡ്. അത് ഞാൻ ഇടയ്ക്ക് വാങ്ങാറുണ്ട് കേട്ടോ, ഹോം മെയ്ഡ് പിക്കിള്. അടിപൊളി ടേസ്റ്റാണ്. പിന്നെ കേരള എല്ലാ സാധനങ്ങളും ഉണ്ട്. വിഷുവും ഓണൊക്കെ ആകുമ്പോൾ എക്സ്ട്രാ കുറേ സാധനങ്ങളൊക്കെ വരാറുണ്ട്. അപ്പം ഞാൻ കോൺടാക്ട് നമ്പർ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചോദിച്ചു നോക്കാം. കാരണം അവർ ആഡ് ചെയ്യുമ്പോഴാണ് അവർ ഡെയിലി ആ സാധനങ്ങളൊക്കെ ഇടുക. എന്തൊക്കെയാണ് വേണ്ടത്, സാധനങ്ങൾ എന്തൊക്കെയാണ് ഉണ്ടാവുന്നത്. അപ്പം അതിനനുസരിച്ച് നമുക്ക് ഓർഡർ ചെയ്യാം. കുറച്ച് മുന്നേ ഓർഡർ ചെയ്യണം, അപ്പോഴല്ലേ അവർക്ക് അതിന് ആൾക്കനുസരിച്ച് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ആഹാ, കുശാൽ ആമേ, അടിപൊളി. ലഞ്ച് കഴിഞ്ഞ് ഞാൻ അടുപ്പ് തെറിച്ചിരിക്കുക എന്നൊക്കെ പറയല്ലേ,
ഞാൻ വളരെ കുറച്ച് ചോറിനുള്ള, എനിക്ക് തോന്നുന്നു ഇത് ഒരു പൊതിച്ചോറ് എന്ന് പറഞ്ഞാൽ എന്നെ പോലെയൊക്കെ ആണെങ്കിൽ 3 പേർക്ക് കഴിക്കാം കേട്ടോ. അതിൽ ചോറ് അത്രയ്ക്കും ഹെവിയാണ്, ഫുള്ളായി. അപ്പോൾ ഇതെന്താണെന്നറിയോ, ഇത് രംഷേട്ടൻ ഞാൻ പറഞ്ഞില്ലേ ഒഫീഷ്യൽ ഇതിന് അവരൊരു ഇതിന് വേണ്ടി പോയതാണ്. അപ്പോൾ വരുമ്പോൾ എനിക്ക് നല്ല അടിപൊളി ചോക്ലേറ്റ് ഫഡ്ജും അതുപോലെ എനിക്ക് വിത്ത് കുട്ടിക്കും അതുപോലെ ചിക്കി, ലോണാവാല ചിക്കി എന്ന് കേട്ടിട്ടില്ലേ? സാധാരണ ചിക്കി എന്ന് പറഞ്ഞാൽ അറിയാലോ, കടലമിഠായി പോലെ കപ്പലണ്ടി പോലെയൊക്കെയാണ് ഉണ്ടാവും. അത് കുറച്ചിങ്ങനെ കട്ടിയുള്ളതായിരിക്കും. ഇത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കിയാണ് വാങ്ങിക്കൊടുന്നത്. കാരണം എല്ലാവർക്കും മറ്റേ ചിക്കി ഇഷ്ടപ്പെടണമെന്നില്ല. ഇപ്പൊക്കെ ഇങ്ങനെ വെച്ചാൽ പല ഫ്ലേവറിലാണ്. അതായത് ഇതിലിപ്പോൾ ചോക്ലേറ്റ്, മാംഗോ, സ്ട്രോബെറി, കേസർ എല്ലാം അടിപൊളിയാണ്. നിങ്ങൾ ഈ ട്രെയിനിലൊക്കെ പോകുമ്പോൾ നമ്മുടെ മംഗള നിസാമുദ്ദീനിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ലോണാവാല ചിക്കി എന്ന് പറഞ്ഞിട്ട് കാണും. പക്ഷെ അതത്ര എത്രത്തോളം ടേസ്റ്റ് ചെയ്യാൻ ഒറിജിനൽ ആവണം എന്നില്ല. പക്ഷെ ഈ ലോണാവാല ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ, മുംബൈയിലൊക്കെ ആരെങ്കിലും കറങ്ങാൻ വരികയാണെങ്കിൽ ലോണാവാല പൂന ആ സൈഡിലാണ്, അത്ര ദൂരമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അവിടെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ ചിക്കി വാങ്ങാൻ മറക്കരുത്. ചിക്കിയോടൊപ്പം തന്നെ അധികം പേർക്കും അറിയാത്തൊരു സംഭവമാണ് ഈ ഫഡ്ജ്, ചോക്ലേറ്റ് ഫഡ്ജ്. അത് മസ്റ്റായിട്ട് വാങ്ങണം കേട്ടോ, കാരണം ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്, അടിപൊളി. ചിക്കി എന്തായാലും വാങ്ങിച്ചോളൂ, അത് നല്ലതാണ്. അതിൻ്റെ കൂടെ ഈ ഒരു സംഭവങ്ങളും കൂടെ ഒന്ന് വാങ്ങിച്ച് നോക്കൂട്ടോ. അപ്പം ഞാനിതൊക്കെ ഒന്ന് കഴിച്ച് ഒന്ന് റെസ്റ്റ് ചെയ്യട്ടെ. അപ്പോൾ ഈവനിങ് ആയപ്പോൾ ചെറുതായിട്ടൊന്ന് നടക്കാൻ ഇറങ്ങിയിട്ടോ. ഉച്ചക്കലത്തെ കഴിച്ചൊക്കെ ഒന്ന് ദഹിക്കണമല്ലോ. ഞാനും മിത്തുക്കുട്ടി ഉണ്ടായിരുന്നല്ലോ, രംഷേട്ടൻ കുറച്ച് ഓഫീസ് വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഇത് കണ്ടോ, ഇത് പണ്ട് ഈ ഒരു നമ്മുടെ ഹെയർ ബോ ഭയങ്കര ഇതായിരുന്നു അല്ലേ, ട്രെൻഡിങ് ആയിരുന്നു. ഇപ്പോൾ പിന്നെയും അത് ഭയങ്കര ട്രെൻഡിങ് ആയി വന്നിട്ടുണ്ട്. ചുമ്മാ അത് കണ്ടപ്പോൾ എനിക്ക് നിങ്ങളൊന്ന് കാണിച്ചു തരാൻ തോന്നി. അപ്പോൾ അതാണ് ഇപ്പോൾ മിത്തുക്കുട്ടി ഇടുന്നത് കേട്ടോ. ഇത് ഞാൻ രാവിലെ പോകുന്ന വെജിറ്റബിൾസ് വാങ്ങുന്ന കടയാണ്. അത് രാത്രി ഭയങ്കര തിരക്കാവും, അതുകൊണ്ട് രാവിലെ നടന്നു വരുമ്പോൾ മാത്രമേ വാങ്ങൽ നടക്കുള്ളൂ. പിന്നെ ഈ കമ്മൽ ഇതൊക്കെ രാത്രി നടക്കാൻ ഒരു രസമല്ലേ, ഇവിടെയൊക്കെ ഇങ്ങനെ കണ്ടിട്ട്. ഇതാ ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി പോകാനേ പറ്റില്ല, പ്രത്യേകിച്ചും വീക്കെൻഡ്സിൽ ഡിമാർട്ട്. ഞാൻ രാവിലെ വാങ്ങാറ് നടന്നു വരുമ്പോൾ, കാരണം അപ്പോൾ അത്ര തിരക്കുണ്ടാവില്ല. രാത്രിയൊന്നും നമുക്ക് പോകാനേ പറ്റില്ല കേട്ടോ. അങ്ങനെ അതൊക്കെ നടന്ന് ഞങ്ങളുടെ വീട്ടിൽ എത്താറായി. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ബൈ.